ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇനി ഒരിക്കൽ കൂടി 1921 ഈ കേരളക്കരയിൽ ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് കേരളത്തിന്റെ മതേതരത്വം. അതെ, കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് തൃത്താലയിൽ നടന്ന ഒരു ദേശീയ ഉത്സവത്തോടനുബന്ധിച്ചിട്ട് ആനയെ എഴുന്നള്ളത്തുമായി നിർത്തുകയും അതിന്റെ മുകളിൽ ഹമാസ് ഭീകരരുടെ യഹ്യാ സിൻവാറിന്റെയും ഇറാന്റെ അകത്ത് കയറി മൊസാദ് പീസാക്കിയിട്ടുള്ള ഇസ്മായിൽ ഹനിയയുടെയും ഒക്കെ ചിത്രങ്ങൾ ഏന്തിക്കൊണ്ടുള്ള മതഭീകരവാദികളുടെ എഴുന്നള്ളത്ത് നമ്മൾ കണ്ടത്. അതിനെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള എതിർപ്പുകളുമായി തെരുവിലിറങ്ങിയിരിക്കുകയാണ് യുവതലമുറ. അത് മതഭീകരവാദികൾ ഇനിയും ഇങ്ങനെ തന്നെ വളർന്നു വന്നാൽ കേരളത്തിന്റെ മതേതരത്വം ഇവരുടെ മതഭീകരതയ്ക്ക് മുമ്പിൽ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതിനെ പ്രതിരോധിക്കാൻ ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന ദേശീയവാദികൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ മതഭീകരവാദികൾ പാകിസ്ഥാൻ ഭാഗിച്ചു പോയതുപോലെ ഒരിക്കൽ കൂടി ഈ രാജ്യത്തിന്റെ മാറിടം പിളർക്കാൻ ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാകില്ല. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള എതിർപ്പുകളുമായി ഒരു ജനകീയ പ്രക്ഷോഭം തുടങ്ങിയിട്ടുണ്ട്. അലങ്കോലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി ഇത്തരത്തിലുള്ള ഭീകരവാദികളുടെ ചിത്രം ഉയർത്തുന്നതിലൂടെ ഏത് തരത്തിലുള്ള സന്ദേശമാണ് ഇവർ സമൂഹത്തിൽ എന്ന് വ്യക്തമാക്കുവാനായിട്ട് തയ്യാറാണ്. അതിനെതിരെയാണ് ഇന്ന് പാലക്കാട് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഇന്നത്തെ പ്രതിഷേധ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം സംസാരിക്കുന്നതിനായി ആരാധനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പി കൃഷ്ണകുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ വേലാനി ശ്രീ അശോക് കുട്ടൂർ ഉൾപ്പെടെയുള്ള മുൻസുഹൃത്തുക്കളായിട്ടുള്ള ശ്രീ സച്ചേട്ട് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ നമസ്കാരം. കേരളത്തിൽ മത തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് എല്ലാ കാലത്തും പിന്തുണ കൊടുത്തിട്ടുള്ള രണ്ട് മുന്നണികളും ഇപ്പോഴും അതേ നയം തുടരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇക്കഴിഞ്ഞ ദിവസം തൃത്താലയിൽ ഉണ്ടായിരിക്കും. തൃത്താലയിലെ പള്ളി ഉറൂസിനോടനുബന്ധിച്ച് നടന്ന ദേശോത്സവം, ആ ദേശോത്സവത്തിൽ അന്താരാഷ്ട്ര മത തീവ്രവാദികളായിട്ടുള്ള രണ്ട് ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ടാണ് ആന എഴുന്നള്ളിപ്പ് നടത്തിയിരുന്നത്. ഈ ദേശോത്സവത്തിന്റെ സംഘാടകരാരാണെന്ന് പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും. കട്ടാപ്പിച്ച വോട്ടിന് വേണ്ടി രണ്ട് മുന്നണികളും കേരളത്തിൽ കാലാകാലങ്ങളായിട്ട് നടത്തി വരുന്ന മത തീവ്രവാദ ശക്തികളെ പീഡിപ്പിക്കുന്ന നയം. ഈ ദേശോത്സവത്തിന്റെ സംഘാടകൻ, അതിന്റെ പ്രസിഡന്റ് മുസ്ലിം ലീഗിന്റെ മുൻ നേതാവായിട്ടുള്ള ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാവായിട്ടുള്ള ആളാണ് ശ്രീ മുഹമ്മദ്. അതുപോലെ തന്നെ ദേശോത്സവത്തിന്റെ സെക്രട്ടറി, തൃക്കാല ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്, CPM-ന്റെ നേതാവായിട്ടുള്ള ശ്രീ ശ്രീനിവാസൻ. അതിലെ രണ്ട് മുന്നണികളുടെയും പ്രധാന നേതാക്കന്മാർ, പ്രധാന ആളുകൾ ഉൾപ്പെട്ട ദേശോത്സവ കമ്മിറ്റി നടത്തിയ ഉറൂസിനോടനുബന്ധിച്ചുള്ള എഴുന്നള്ളിപ്പിലാണ് അന്താരാഷ്ട്ര ഭീകരരായിട്ടുള്ള രണ്ട് ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ എഴുന്നള്ളിക്കുന്നത്. ഇത് ആദ്യ തവണയല്ല. ഈ ദേശോത്സവത്തിന്റെ മറവിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്നിൽ നിർത്തിക്കൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് എല്ലാവിധ പരവതാനിയുമാണ് വിരിച്ചുകൊണ്ടുള്ള ഈ കലാപരിപാടി തുടങ്ങിയിട്ട് വർഷങ്ങളായി. മുൻകാലങ്ങളിൽ സദാം ഹുസൈൻ അടക്കമുള്ള അന്താരാഷ്ട്ര ഭീകരരുടെ ഫോട്ടോകൾ വെച്ചുകൊണ്ടാണ് ഈ ദേശോത്സവത്തിന് എഴുന്നള്ളിപ്പ് നടത്തിയിട്ടുള്ളത്. എല്ലാ വർഷവും ദേശോത്സവത്തിന്റെ മറവിൽ രാജ്യദ്രോഹ ശക്തികൾക്ക്, ഈ രാജ്യത്തിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് വേണ്ട സൗകര്യം ഉണ്ടാക്കിക്കൊടുക്കുകയാണ് രണ്ട് മുന്നണികളുടെയും നേതാക്കന്മാർ. വാഹനങ്ങളടക്കം
അതിന് ഗൂഢാലോചന നടത്തിയ ആളുകളടക്കം നമ്മുടെ പ്രിയപ്പെട്ട ബന്ധത്തിലെയും കൊലപാതകത്തിന് ആസൂത്രണം ചെയ്ത ആളുകളടക്കമുള്ള പ്രദേശമാണ് തൃത്താല. ആ തൃത്താലയും പരിസര പ്രദേശങ്ങളും കുറെ കാലമായിട്ട് തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ വിഹാര കേന്ദ്രമാണ്. കാരണം അവിടെ തെരഞ്ഞെടുക്കപ്പെടുന്ന MLA ഇത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും. പലപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ മതഭീകരരുടെ ഈറ്റില്ലമായി കേരളക്കര വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. വഖഫിന് അനുകൂല സമരം നടത്തിയത് കണ്ടില്ലേ നമ്മൾ? ഭരണഘടനയ്ക്കും വിരുദ്ധമായി അങ്ങനെ ഒരു ബോർഡിനെ വളർത്തിക്കൊണ്ടുവരാൻ, മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിനെ വളർത്തിക്കൊണ്ടുവരാൻ, ഏക സിവിൽ കോഡിനെ എതിർക്കാൻ, വഖഫിനെ എതിർക്കാൻ, ബഹുഭാര്യത്വത്തെ എതിർക്കുന്നവരെ എതിർക്കാൻ ഒക്കെ ഇവര് നല്ല രൂപത്തിൽ അജണ്ടകൾ അണിയറയിൽ നടത്തുന്നുണ്ട്. മദ്രസ പഠനം വഴി കുട്ടിക്കാലന്മാരെ സൃഷ്ടിച്ചു വിടുന്ന നടപടികൾ, അതുപോലെ കുഞ്ഞുങ്ങളെ അതിവിദഗ്ധമായി മദ്രസകളിൽ വെച്ചിട്ട് എങ്ങനെ കൈകൃഷി ചെയ്യാം എന്നതിനെ സംബന്ധിച്ചും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സർക്കാരിന്റെ ഖജനാവിൽ നിന്നും ലക്ഷങ്ങൾ ഒഴുക്കി കൊടുക്കുന്ന പദ്ധതി കേരളത്തിലല്ലാതെ മറ്റെവിടെ നടക്കും? എല്ലാ സംവരണവും നിർത്തലാക്കാൻ കേന്ദ്രം നടപടി സ്വീകരിക്കേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട്. നമ്മുടെ നികുതി പണം കൊണ്ട് വിദേശ ഭീകരവാദികൾക്ക് ജയ് വിളിക്കുന്ന ഒരു രീതിയിലേക്ക് ഇവർ ഈ രാജ്യത്ത്, ഈ നാട്ടിൽ വളർന്നു വരുന്നെങ്കിൽ, ഇവർക്ക് ഇത്രയും കാലവും വെള്ളമൊഴിച്ചു കൊടുത്ത് തഴച്ചു വളർത്തിക്കൊണ്ടുവന്ന രണ്ട് മുന്നണികളെയും വിജയിപ്പിച്ചതിന് പിന്നിൽ, അവർക്കിവിടെ അധികാര കസേരകളിൽ അമർന്നിരിക്കാൻ വോട്ട് ചെയ്ത അവസരമുണ്ടാക്കി കൊടുത്ത സാധാരണക്കാരോട് കാണിക്കുന്ന, ഭരണഘടനയോട് കാണിക്കുന്ന, ഈ രാജ്യത്തോട് കാണിക്കുന്ന വെല്ലുവിളി കൂടിയാണിത് എന്ന് മനസ്സിലാക്കാനാണ് ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തേണ്ടത്. ഇത് BJP ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം നമ്മുടെ നാട്ടിൽ ഇതിനൊരു പ്രതിഷേധമുണ്ടായി. അതുകൊണ്ട് ഇത് ആളുകൾ അറിഞ്ഞു. ജനം TV ഉണ്ടായതുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് അവരിത് ചർച്ച ചെയ്ത് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. കേരളത്തിൽ മുഴുവനും ഈ രൂപത്തിലുള്ള അജണ്ടകൾ നടപ്പിലാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇന്ന് കണ്ടില്ലേ, കൊല്ലത്ത് നഗരസഭയിൽ ഒരു ആശുപത്രി ഉദ്ഘാടനം, സുദീർഘമായിട്ടുള്ള മതപ്രാർത്ഥനാ ചടങ്ങുകൾ. എന്താണ് ഇതിന്റെയൊക്കെ ആവശ്യം? ഇത്തരം സാഹചര്യങ്ങളിൽ മൗനമാണ് നമ്മുടെ ആയുധമെങ്കിൽ നാളെ സെക്രട്ടേറിയറ്റ് അടക്കം ഖുർആനിലെ 1-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊണ്ട് ആരംഭിക്കുന്ന സാഹചര്യം അതിവിദൂരമല്ല. അതുകൊണ്ട് ഈ ഭാരതത്തിന്റെ ദേശീയതയോടൊപ്പം നിന്ന് കപട രാഷ്ട്രീയത്തെ മാറ്റി നിർത്താനും രാജ്യസുരക്ഷയ്ക്കും പുരോഗതിക്കും വേണ്ടി ഇത്തരം രീതികളെ സംബന്ധിച്ച് ഒരു വാക്കെങ്കിലും എതിർത്ത് സംസാരിക്കാനും നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മൊറാലിറ്റിയും ദേശീയതയും എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. ഇന്ത്യയിൽ ഒരുപാടുണ്ട് സംഘടന. കഴിഞ്ഞ 10-35 വർഷങ്ങളായി എവിടെയാണ് ഇവർ വളർന്ന് പടർന്ന് പന്തലിക്കുന്നത് എന്നൊന്ന് ചിന്തിക്കണം. ഇവർ ഈ രാജ്യത്തിനെതിരെ പടയൊരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തീവ്രവാദികൾക്കെതിരെ പട്ടാള നടപടി വേണമെന്നും സംവരണം ഉൾപ്പെടെയുള്ള എല്ലാ മത ആനുകൂല്യങ്ങളും നിർത്തലാക്കണമെന്നും ഈ കേരളം കേന്ദ്ര സർക്കാരിന്റെ ഭരണത്തിന് കീഴിലാകണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? പാലക്കാട് നമ്മൾ അറിയാം, രഞ്ജിത് ശ്രീനിവാസന്റെ വധം നടന്ന് ഭീകരത സൃഷ്ടിച്ച ഒരു നാട്. ഈ തൃത്താലയിൽ നിന്നും അനേകം ആളുകളെ ചോദ്യം ചെയ്യലിനു വേണ്ടി കൊണ്ടുപോയിട്ടുള്ള ഒരു നാട്. ഇതിനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മൗനികളായിരിക്കുന്നത് എന്നതൊരു ചോദ്യമാണ്. കേരളത്തിൽ ഇവരെന്ത് ചെയ്താലും എന്ത് കാണിച്ചാലും ഇവരുടെ ഈ ഭീകരവാദം നാടിന് ആപത്തായി മുറുകിയാലും ശരി, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത രൂപത്തിൽ അൽ കേരളം ആയി മാറിയിട്ടുണ്ട്. ഇനിയും UDF ആയിരുന്നു കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്തെല്ലാം സഹിക്കേണ്ടി വരുമായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ഭാരതത്തിന്റെ മക്കൾ ഈ സന്ദർഭത്തിൽ പ്രതികരിക്കേണ്ടുന്ന സാഹചര്യമാണ്. ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് NIA ഇവരെ സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഇനിയും
ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കി ഇവരെ ഇനി വാനോളം വളർത്തി സമാന്തരമായിട്ടുള്ള ഒരു ഭരണകൂടവും ഒരു രാജ്യവും സൃഷ്ടിക്കാനും ഒരു ഭരണഘടനയെ സൃഷ്ടിക്കാനുമാണ് ഇവർ കാത്തിരിക്കുന്നത് എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാ. ഇത്തരം പദ്ധതികൾ ഇവരെ കൂടുതൽ കൂടുതൽ വളർത്തുകയുള്ളൂ. കേന്ദ്രം ഇതിനെതിരെ നടപടിയെടുക്കേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട്. മറ്റു മതവിഭാഗങ്ങളിൽ വർഗീയതയില്ലാത്തവരിൽ, ചേരിതിരിവില്ലാത്തവരിൽ, മതേതരമായി ചിന്തിക്കുന്ന ആളുകൾക്കിടയിൽ വർഗീയതയുണ്ടാക്കാനും ഭീകരത സൃഷ്ടിക്കാനും ഇവർക്കെതിരെ ആ രൂപത്തിലൊന്ന് തിരിയാനും വേണ്ടിയുള്ള കണക്കുകൂട്ടലുകളാണ് ഇവർ കൊണ്ടു നടക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇവരെ പ്രകോപിപ്പിച്ച് പുറത്ത് ചാടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തെ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റുന്നതിന് വേണ്ടി രണ്ട് മുന്നണികളും മാറി മാറി ശ്രമിച്ചിട്ടും നടക്കാത്തത് ഇവിടെ BJP ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ മതേതര മലയാളികൾ പ്രതികരിക്കേണ്ടതുണ്ട്. അവനവൻ്റെതായിട്ടുള്ള നിലപാടുകൾ, നടപടികൾ, അഭിപ്രായങ്ങൾ. നന്ദി.